ഹായ്, ഞാൻ ദീപ. ഓണമൊക്കെ കഴിഞ്ഞു. ഇനിയെല്ലാം ബാക്ക് ടു ഡെയിലി റൂട്ടീനിലേക്ക് വരണം. ഞാനും കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് വീക്ക്ലി നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നൊക്കെ ഉഴപ്പിയിരുന്നു. കാരണം ഇതിനിടയ്ക്ക് എനിക്ക് വയ്യാണ്ടായി, കുഞ്ഞിന് വയ്യാണ്ടായി. എനിക്കൊന്ന് ഓണം കംപ്ലീറ്റ് അന്നയും മാനിയും ഒക്കെ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. ഇപ്പോഴും അവർ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് അങ്ങോട്ട് പരിപാടികൾ ബാക്ക് ടു ഓഫീസും ബാക്ക് ടു സ്കൂളും ഒക്കെയാണ്. അപ്പോൾ എല്ലാം പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യണം. എൻ്റെ വീഡിയോസും ആ ഒരു റൂട്ടീനിലേക്കൊക്കെ കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. സോ അപ്പം ഞാൻ വിചാരിച്ചു ഈ സെപ്റ്റംബറിൽ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ പറഞ്ഞ് നമുക്ക് ഇന്നൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഒരു ഐഡിയ എനിക്കും നിങ്ങൾക്കും കുറച്ച് പുതിയ രീതികളും ഒക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു റൂട്ടീനൊക്കെ ഒന്ന് പറഞ്ഞ് പോകാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ കുറച്ച് മീൽ പ്രിപ്പ് ഒക്കെ ചെയ്ത് വെക്കുവാണേ. മീൽ പ്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതല്ല, നമ്മൾ കുക്ക് ചെയ്ത് തന്നെ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതുന്നു. അധികമൊന്നും ഇല്ല, അത്യാവശ്യം കറികളും കുറച്ച് സാധനങ്ങളും മാത്രം, അല്ലെങ്കിൽ ഒരു 2 ദിവസത്തേക്കുള്ളതൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് വെക്കാം. ആ ഐഡിയ തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം കടലക്കറിയാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഐഡിയ തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണത്തിൻ്റെ സമയത്ത് എനിക്ക് ഓണസദ്യ ഉണ്ടാക്കണമെന്ന് യാതൊരു താല്പര്യമില്ലായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ തലേ ഞായറാഴ്ചയാണെങ്കിൽ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല, പച്ചക്കറി ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. എന്തായാലും നമ്മൾ പുറത്തു പോയിട്ടാണല്ലോ കഴിക്കുന്നത്. അപ്പം ഇവിടെ പള്ളിയിൽ ഓണം ഉണ്ടായിരുന്നു, ഓണപരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി സദ്യ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആനി പറഞ്ഞു, എനിക്ക് സമാധാനമായിട്ട് കഴിക്കാൻ പറ്റില്ല. ഇവരിങ്ങനെ കൊണ്ടങ്ങ് ഇട്ടിട്ടങ്ങ് പോയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മ എനിക്ക് മറ്റേ പർപ്പിൾ കറിയും ഇഞ്ചിക്കറിയും ഇഞ്ചിക്കറി നമ്മുടെ ഭയങ്കര ഓണത്തിന് മാത്രമേ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഭയങ്കര ഫേവറേറ്റ് സാധനമാണ് ഇഞ്ചിക്കറിയും പർപ്പിൾ കറി, ബീട്രൂട്ട് പച്ചടിയാണ്. അതൊന്ന് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ആകെ ഒരു ഗിൽറ്റ്. ശരിയാണല്ലോ, എനിക്ക് മെനക്കെടാൻ വയ്യാന്നുള്ളത് കൊണ്ട് പിന്നെ അതൊരു ഗിൽറ്റായിപ്പോയി കേട്ടോ. നമ്മളെന്തെങ്കിലും ബൈ ചോയ്സും ബൈ ഗിൽറ്റും ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗിൽറ്റായി പിന്നെ ഞാൻ എടുപടി എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ നമ്മൾ റെഡിയാക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. അപ്പം ഇതിനു മുന്നേ എൻ്റെ ഒരു ഓണം പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉത്രാടത്തിൻ്റെ അന്ന് എനിക്ക് ലീവ് എടുക്കണം, അവധിയില്ല. തിരുവോണത്തിൻ്റെ അന്ന് മാത്രമാണ് അവധി ഉള്ളത്. അപ്പം ഉത്രാടത്തിന് ലീവ് എടുത്തേച്ച് നമ്മൾ അടുപ്പിച്ച് 4 ദിവസം കിട്ടാണല്ലോ. എവിടെയെങ്കിലും വല്ല റിസോർട്ടോ എവിടെയെങ്കിലും ബുക്ക് ചെയ്തിട്ട് അവിടെ പോവാം. ഇവിടെ കേരളത്തിനകത്ത് തന്നെ എവിടെയെങ്കിലും പോയിട്ട് അപ്പോൾ സദ്യയും കഴിക്കാം നമുക്ക്, എന്നാൽ ഫ്രീ ആയിട്ട് ഇരിക്കുകയും ചെയ്യാം എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാൻ. അത് ഈ കൊച്ചിന് വയ്യാണ്ടൊക്കെ ആയി കഴിഞ്ഞപ്പം അത് ഫ്ലോപ്പായി, അത് നടന്നില്ല. അതുമല്ല നമുക്കും എനിക്ക് തോന്നുന്നു ഉത്രാടത്തിന്റെ ആ ആഴ്ച കംപ്ലീറ്റ് നമ്മൾ ഹോസ്പിറ്റലായിരുന്നു. പോകുന്നു വരുന്നു ഇത് തന്നെയായിരുന്നു പരിപാടി. അപ്പോൾ അത് നമുക്ക് ശരിയാവില്ല എന്നുള്ളതിലെത്തി. പിന്നെ എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിരാവിലെ എണീറ്റ് എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങുക. ഇവിടെ തന്നെ ട്രിവാൻഡ്രത്ത് തന്നെ ഒത്തിരി പരിപാടികളുണ്ടല്ലോ. കനകക്കുന്നിൽ പരിപാടിയുണ്ട്, വേറെന്തോ അവതാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലുലുവിൻ്റെ അപ്പുറത്ത് പരിപാടിയുണ്ട്. പിന്നെ ഒരുവിധം 2 മോളിലും എന്തൊക്കെയോ പരിപാടികളുണ്ട്. പിന്നെ വേറെന്തൊക്കെയോ അക്വാഷോയോ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം പോണം, എല്ലാത്തിനും പോണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഉത്രാടത്തിന്റെ അന്ന് രാവിലെ തന്നെ നമ്മൾ പുറത്ത് പോകാം. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് വന്നിട്ട് നമ്മൾ എന്തെങ്കിലും കുറച്ചൊക്കെ കുക്ക് ചെയ്ത് വെക്കാം, ബാക്കി തിരുവോണത്തിനകത്ത് കുക്ക് ചെയ്യാം. ഇതായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ ഞാൻ എന്നെ തന്നെ ഉള്ള കണ്ട പരിപാടികളെല്ലാം കൂടെ എടുത്ത് തലയെ വെച്ച് കുളമാക്കി എന്ന് വേണം പറയാൻ. ഞങ്ങൾ ഉത്രാടത്തിന് അന്ന് രാവിലെ ഇവിടെ അടുത്തുള്ളൊരു നിറമൺകര വാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് പോയത്. ചുമ്മാ ജസ്റ്റ് നടക്കാൻ വേണ്ടി. ഞാൻ മ്യൂസിയം ആയിരുന്നു ആദ്യം തിരഞ്ഞെടുത്തത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇല്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലത്ത് പോകാം, അവിടെ എങ്ങനെ ഉണ്ടോ നോക്കാം. പക്ഷെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അതിരാവിലെ ആകുമ്പോഴേ നമ്മളങ്ങനെ അതിരാവിലെ പോയിട്ടില്ല. കാരണം ഈ വീട്ടിൽ ഒരു മോർണിംഗ് പേഴ്സൺ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും രാവിലെ ഒരു 10 മണി, ഒരു അവധി ദിവസമാണെങ്കിൽ ഒരു 10 മണി 11 മണിക്ക് അല്ലാതെ ഇവർ എണീക്കൂല, അങ്ങനത്തെ ആൾക്കാർ. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഈ 5:45 തൊട്ട് എണീറ്റ് ഇങ്ങനെ വാങ്ങിക്കുന്നത്. എന്നിട്ട് ഞാൻ അന്ന് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എല്ലാവരും റെഡിയായി. രാവിലെ തന്നെ, അതിരാവിലെ ഒന്നുമല്ല, എല്ലാം റെഡിയായി വന്നപ്പോൾ 7:30 7:30 നമ്മൾ ഇവിടുന്ന് പോയി അവിടെ എല്ലാം കണ്ട് പിന്നെ ഫുഡും ഒക്കെ അടിച്ച് പിന്നെ ചാല മാർക്കറ്റ് മൊത്തം കറങ്ങി ഇച്ചിരി പൂവൊക്കെ മേടിച്ച് രാമചന്ദ്ര സ്ട്രീറ്റും ഒക്കെ കറങ്ങി. രാമചന്ദ്ര സ്ട്രീറ്റ് നമുക്ക് ഇഷ്ടമില്ലേ പോലും ഈ മൊത്തം തിരക്കൊക്കെ കാണണമെങ്കിൽ അവിടെ പോകണം. അതുകൊണ്ട് നമ്മൾ അവിടെയും പോയി. ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പിള്ളേർ പോയി മടുത്ത്. പിള്ളേർ പറയും അമ്മയ്ക്ക് എപ്പോഴും ഇതേ ഉള്ളൂ. വേറെ അല്ലെങ്കിൽ ചാലക്കകത്ത് കിടന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ 10 മണിയായിട്ടും ചാലയിലോ വലിയ അനക്കം ഒന്നും ഫീൽ ചെയ്തില്ല, അധികം ഒരു തിരക്കോ ഒന്നും ഫീൽ ചെയ്തില്ല. കടകളൊക്കെ പയ്യാണ് തുറന്നു വന്നേ. സോ ഉത്രാടത്തിനന്ന് അപ്പം അവിടെ നമ്മൾ കറക്കം നടന്നില്ല. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നപ്പം ഒരു സമയമില്ലാത്ത സമയത്താണ് നമ്മൾ തിരിച്ചു വന്നത്. ഒരു 11:30-11:45 വീടെത്തിയത്. അപ്പൊ വീടെത്തിയപ്പം എനിക്ക് തോന്നി എന്നാ പിന്നെ സമയമുണ്ട്, നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. സോ വിശപ്പിപ്പോ ഉടനെ ഇല്ല, നമുക്ക് 2 മണിക്ക് ഫുഡ് കഴിച്ചാൽ മതിയല്ലോ. എന്നാൽ ഞാൻ ഇച്ചിരി ചോറും പരിപ്പ് കറിയും ഇച്ചിരി അതായത് തലേന്നാണ് നമ്മൾ പച്ചക്കറി എല്ലാം വാങ്ങിച്ചു വെക്കുന്നത്. പിന്നെ അന്നും കുറച്ച് മേടിച്ചു. എന്നിട്ട് അന്ന് ഞാൻ 11:45 വന്നേച്ച് ഞാൻ
കുറച്ച് ഫുഡ്, പിന്നെ സദ്യക്കുള്ള കുറച്ച് സാധനങ്ങൾ, പരിപ്പ്, പിന്നെ അച്ചാറ്, പിന്നെ എന്താണ് ഇഞ്ചിക്കറി, ബീട്രൂട്ട് പച്ചടിയും അന്നേരം ഉണ്ടാക്കി. യെസ്, ബീട്രൂട്ട് പച്ചടിയും ഉണ്ടാക്കി, ഇഞ്ചിക്കറി ഉണ്ടാക്കി, പരിപ്പ് മതിയല്ലോ, അപ്പൊ തന്നെ സദ്യ. അപ്പം അത്ര ഉണ്ടാക്കി പപ്പടവും കാച്ചി നമ്മൾ അന്ന് ഇലയിൽ തന്നെ ഊണ് കഴിച്ചു. പക്ഷെ ഊണ് കഴിച്ച സമയം എന്ന് പറഞ്ഞാൽ 3 മണിയാണ്. അപ്പത്തേക്കും ആലോചിച്ചോണം, ഞാൻ 5:45 എണീറ്റു, ഇവരെ കാത്തിരുന്നു. 7:30 ആയപ്പോൾ ഇവിടുന്ന് പോയി, നടന്നു കുറെ ദൂരം, ഏതാണ്ട് 2 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ തിരിച്ച് ചാല മാർക്കറ്റ് കറങ്ങി, രാമചന്ദ്ര സ്ട്രീറ്റ് കറങ്ങി, ഇടി തിരക്ക് എല്ലാം കഴിഞ്ഞ് നേരെ ഇവിടെ വന്ന് ബാക്കി എല്ലാവരും പല വഴിക്ക് പോയി കിടന്നുറങ്ങി. പക്ഷെ ഞാൻ നേരെ അടുക്കള കയറി, എനിക്ക് തന്നെ ആവശ്യമില്ലാത്ത പണി ഞാൻ ഉണ്ടാക്കി, ഫുഡ് കുക്ക് ചെയ്ത്, കാലുവേദന കൈവേദന ആകെ വയ്യാണ്ടായി. 3 മണിക്ക് സമയം തെറ്റി കഴിച്ചുകൊണ്ട് തലറക്കമായി, ഞാൻ അങ്ങ് കിടപ്പായി. എന്നിട്ട് കിടന്നിട്ടും എനിക്ക് മറ്റേ ഈ എല്ലിനിടെ കുത്തുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ വൈകിട്ടായപ്പോൾ നമുക്ക് കനകക്കുന്ന് പോയേ പറ്റൂ. കാരണം 4 ദിവസമേ ഉള്ളൂ, 4 ദിവസം കംപ്ലീറ്റ് നമ്മൾ ഫില്ലായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ശരിക്കും എൻ്റെ പ്ലാനിങ് തെറ്റിപ്പോയതാ. കുക്കിംഗ് ഞാൻ ആദ്യം ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ ഗിൽറ്റിന്റെ പുറത്ത് കുക്ക് ചെയ്തുകൊണ്ട് എന്താ കുക്കിങ്ങും ചെയ്യേണ്ടി വന്നു, എന്നാൽ നടക്കാനും. എന്നിട്ട് കനകക്കുന്നിൽ വൈകിട്ട് നമ്മളൊരു 7 മണിയായപ്പോൾ ഇവിടുന്ന് പോയി. ഒന്നുമില്ലായിരുന്നു, കുറച്ച് ലൈറ്റ് മാത്രം. പണ്ടത്തെ പോലെ ഒരു ലൈറ്റ് പോലും കാണാൻ ഒരു രസമില്ല. അതും നമ്മൾ കണ്ടുകൊണ്ട് മടുത്താണെന്ന് അറിയത്തില്ല. അവിടെ പോയിട്ട് എനിക്ക് ഒരു രസമില്ലായിരുന്നു. പിന്നെ കുറെ ഇടത്തൊക്കെ നിന്ന് കുറച്ച് ലൈറ്റൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ച് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു എന്നുള്ളതല്ലാതെ ഒരു സന്തോഷമൊന്നും ഇല്ലായിരുന്നു. അതോ ഞാനിനി വയ്യാണ്ടിരുന്നോണ്ടാണ്. പിള്ളേർക്ക് ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിള്ളേരും കുറച്ച് സ്ഥലത്തൊക്കെ ഇങ്ങനെ ചിറക്കി ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ചൊന്ന് കളിച്ചു. ഊഞ്ഞാലയിലൊന്നും കയറാനായിട്ട് അവർക്ക് പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ താരതമ്യേന തിരക്ക് കുറവായിരുന്നു ഉത്രാടത്തിൻ്റെ അന്ന്. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് നമുക്ക് വഴി തെറ്റി. നമ്മൾ ഷോർട്ട് കട്ട് എടുത്ത്, അതായത് നമ്മൾ ബെക്കോട് അവിടെയാണ്, മസ്കറ്റ് ഹോട്ടലിന്റെ അവിടെയാണ് നമ്മൾ 2 വീലറിലാണ് പോയത്. അവിടെ വണ്ടി വെച്ച് നമ്മൾ ഇവിടെ കനകക്കുന്ന് വരെ നടന്നു. എന്നിട്ട് തിരിച്ചു വരാൻ നേരത്ത് കനകക്കുന്നിന്റെ ബാക്ക് സൈഡിൽ കൂടെ നമ്മൾ ഏതോ ഒരു കനകനഗർ എന്ന് പറഞ്ഞൊരു അതുവഴി പോയാൽ നമുക്ക് പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞു ബിജു ആ വഴി നമ്മളെ കൊണ്ടുപോയതാ. ഇരുട്ടത്ത് ആ വഴി ഒരു കുന്നും മലയും ഇറക്കവും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടന്നിട്ടും അങ്ങോട്ട് തീരുന്നില്ല. അതുപോലെ ഊബർ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഓട്ടോ പിടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ഓട്ടോ പോലും കാണുന്നില്ല. പാതിരാത്രിയായി, 10:30 മണിയായി. പിന്നെ ഒരു വിധത്തിൽ ഞങ്ങളൊരു മെയിൻ റോഡ് എത്തി. അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങളെ കൊണ്ട് മസ്കറ്റ് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഇറക്കി. അപ്പൊ സമയം 10:45. അതാവത്ത് നടന്നു നമ്മൾ ചത്തു അന്നത്തെ ദിവസം. സോ ഇതെല്ലാം എന്തുവാണ്, എനിക്കിട്ടാണ് പണി വന്നോണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യും കാലും കഴച്ചൊടിഞ്ഞ്, മനസ്സിലായില്ലേ? എങ്കിലും നമ്മൾ തളരത്തില്ല. പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് പക്ഷേ ഞാൻ പയ്യാണ് ഫുഡ് കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. കാരണം എനിക്ക് എണീക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ പയ്യെ പരിപാടി തുടങ്ങുന്നത്. പിന്നെ അത്യാവശ്യം സാമ്പാർ, ബാക്കിയുള്ള ഇങ്ങനെ 10 കൂട്ടം 9 കൂട്ടം അങ്ങനൊന്നുമല്ല, എനിക്ക് പറ്റുന്ന അത്രയും. എന്നാൽ എല്ലാം ഉണ്ട് താനും. സാമ്പാർ ഉണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു, തോരനുണ്ടാക്കി, അവിയലുണ്ടാക്കി, വൻപയർ കറി ഉണ്ടാക്കി. മതി, ഇത്രയൊക്കെ മതി. പായസം, ഒരു സെറ്റ് പായസം അമ്മയുടെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അടപ്പായസം. പിന്നെ ഞാൻ സേമിയ പായസം ഉണ്ടാക്കി. മതി. ബോളിയും ഉണ്ട്, നമ്മുടെ ട്രിവാൻഡ്രം സ്പെഷ്യൽ ബോളി ഭയങ്കര വില കേട്ടോ. ഒരു ബോളിക്ക് 15 രൂപ. മഹാബോളിയുടെ അവിടെയാണെങ്കിൽ ഒരു ബോളിക്ക് 18 രൂപ. അത് പിന്നെ ക്യൂ നിന്നാലേ നമുക്കത് കിട്ടത്തില്ല. ക്യൂ നിന്ന് നമുക്ക് ബോളി വേണ്ടാന്ന് വെച്ചിട്ട് സാധാരണ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കടയിൽ നിന്ന് ഞാൻ കയറിയിട്ട് ബോളി, അതും തീ പിടിക്കുന്ന വിലയാണല്ലോ, അപ്പൊ ബോളി മേടിച്ച് നമ്മളെ ട്രിവാൻഡ്രം സ്പെഷ്യൽ രീതിയിൽ തന്നെ സദ്യയൊക്കെ കഴിഞ്ഞു. പക്ഷെ അന്നേരം എനിക്ക് തോന്നിയ കാര്യമാണ്, ഷെടാ ഈ സാധാരണ ഞാൻ മീൽ പ്രിപ്പ് ചെയ്യാറില്ല, എല്ലാം അരിഞ്ഞു വെക്കുന്ന ആ പരിപാടി ഞാൻ ഓണത്തിന് എടുത്തില്ല എന്ന് ഞാൻ ആലോചിച്ചു. അന്നേരം എനിക്ക് തലയ്ക്ക് പിന്നെ അത് ഒരാഴ്ച മുന്നേ കുറച്ചെങ്കിലും അരിഞ്ഞു വെക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇത്രയും തളർന്നു പോകത്തില്ല. ഓണം സദ്യ കഴിഞ്ഞ് ഞാൻ ഫ്ലാറ്റ് ആയെന്ന് വേണം പറയാൻ. അന്ന് പിന്നെ എനിക്കൊന്ന് വൈകിട്ട് നമ്മൾ ലുലുലു പോയി, അത് തന്നെ. പിന്നെ ശനിയാഴ്ച ഞായറാഴ്ച ഒരിടത്തും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു ഇനി ശനി ഞായർ എനിക്ക് റെസ്റ്റ് വേണം. എന്റെ പ്രതീക്ഷയിൽ ശനിയാഴ്ച എനിക്ക് മറ്റേ സാമ്പ്രാണിക്കൊടി കൊല്ലം അവിടെ പോകണം, മറ്റേ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ആ പരിപാടിക്ക് പോകണം എന്നുള്ളതായിരുന്നു. ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ആരോഗ്യം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഭയങ്കര ബോഡി പെയിൻ ആയിപ്പോയി, കംപ്ലീറ്റ് കടപ്പായിപ്പോയി. പിള്ളേരും അടിപെട്ടു കേട്ടോ. പിള്ളേർക്കും ജലദോഷം ഓൾറെഡി ഉണ്ട്. അവരും ഈ യാത്രയും എക്സൈറ്റ്മെന്റിലൊക്കെ വന്നെങ്കിലും അവരും കിടപ്പായി. എല്ലാവരും ഓരോ കട്ടിലിൽ കിടപ്പായി. അപ്പോൾ അങ്ങനെയാണ് ഓണം പോയത്. അപ്പൊ അന്ന് എനിക്ക് തോന്നിയതാണ്, ഓക്കെ ഇതൊരു നല്ല പരിപാടിയാണ്. അപ്പൊ ഞാനിങ്ങനെ അനിയത്തിനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവളവിടെ വർക്കിംഗ് ആണ് ഓസ്ട്രേലിയയിൽ. എങ്കിൽ പോലും അവളോ സദ്യയൊക്കെ റെഡിയാക്കി. എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ ദിവസം ഓരോ കറികളൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഓണത്തിന്റെ അന്ന് എല്ലാം കൂടെ എടുത്ത് വെച്ച് കഴിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു അവൾ അങ്ങനെ തന്നെയാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം മുന്നേ ഞാൻ ഈ അരിഞ്ഞു വെക്കുന്ന പരിപാടി പോലും എന്റെ ലൈഫിൽ ഇല്ലായിരുന്നു. അതിന് മുന്നേ എനിക്ക് ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ ഫുഡ് കുക്ക് ചെയ്ത് വെക്കുമായിരുന്നു. പക്ഷെ അതിവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റിയിട്ട് രാവിലെ എണീറ്റ് കുക്ക് ചെയ്ത് തളർന്ന് വിയർത്ത് ഒലിച്ചൊക്കെയാണ് ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവള് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഐഡിയ, കൊള്ളാമല്ലോ, അവള് ഇങ്ങനെ എല്ലാം കുക്ക് ചെയ്തൊക്കെ വെച്ചിട്ട് പിന്നെ ആവശ്യത്തിനെടുത്ത് ചൂടാക്കി ആണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു. അത് അത്ര ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ പിന്നെ എന്തിനാണ് ഈ ഫ്രിഡ്ജൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? അത് ആലോചിച്ചിട്ട് ഞാൻ ഈ ഒരാഴ്ച നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാം എന്ന് കരുതിയിട്ട് ഇന്നലെ ശനിയാഴ്ച ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കുക്ക് ചെയ്ത് സെപ്പറേറ്റ് കുക്ക് ചെയ്ത് ഒരു മണിക്കൂറിനകത്ത് തന്നെ ഞാൻ അതിനെ തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചു. അതായത് ഒത്തിരി നേരം ഇരുത്തിയില്ല, ഫ്രിഡ്ജിൽ വെച്ചു. അത് ഈ ആഴ്ച എങ്ങനെ പോകുന്നുണ്ടെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. രാവിലെ എനിക്ക് കുറച്ച് ടൈം കിട്ടും. അപ്പൊ ഞാൻ കാണിച്ചു തരാം.
നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ളത്. ഓക്കെ, കാണാല്ല. ഇത് പയറ് കറിയാണ്, 2 പോർഷനുണ്ട്. തോരൻ, ഇത് മെഴുക്കുവരട്ടിയുണ്ട്, തോരനുണ്ട്, ക്യാബേജ് തോരനുണ്ട്. ഓക്കെ, ഇത് തീയലാണ്, പടവലങ്ങ തീയൽ. എൻ്റെ കയ്യിൽ ഇവിടെ ഓണത്തിന് ശേഷം മിച്ചമുണ്ടായിരുന്ന സാധനം എല്ലാം വെച്ച് ഞാൻ കറി ഉണ്ടാക്കി വെച്ചു. ഇത് മറ്റേ ഓണത്തിന്റെ പരിപ്പ് കറി ഉണ്ടായിരുന്നത്, ഓണത്തിന്റെ പരിപ്പ് കറി അല്ല, അല്ലാണ്ട് സെപ്പറേറ്റ് പരിപ്പ് മിച്ചം ഉണ്ടായിരുന്നത് ഇന്നലെ ഇരുന്നുണ്ടാക്കി അത്. പിന്നെ ഇത് കുറച്ച് കടല വേവിച്ച് വെച്ചേക്കുന്നതാ. അത് ഞാൻ ഫ്രീസറിൽ വെച്ചേക്കുന്നത്. ഫ്രീസറിൽ വെച്ചാൽ നമുക്കൊരു 2 ആഴ്ച വരെ എടുക്കാം എന്നുള്ളതാണ്. പക്ഷെ ഒരാഴ്ചക്കകത്ത് തീരും. പിന്നെ ഞാനിത് ഫ്രിഡ്ജിലും വെച്ചു. കുഴപ്പമില്ല. പിന്നെ ഫ്രിഡ്ജിൽ ഞാൻ കുറേശ്ശെ ഇത് മെഴുക്കുവരട്ടിയാണ്, തീയല്, പരിപ്പ്. ഇത് ഇന്നിപ്പോൾ ഉണ്ടാക്കിയ കടലക്കറിയാണ്. നാളെ അപ്പമാണ്, ഇന്ന് പുട്ടായിരുന്നു. സോ ഞാൻ കടല കുറച്ച് അധികം ഉണ്ടാക്കി. പിന്നെ നാളെ രാവിലെ എണീച്ച് അധികം പണിയില്ല. പിന്നെ കുറച്ച് അച്ചാറുകൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തോരനുണ്ട്, ഇതുണ്ട്. ഇതിന്റെ അർത്ഥം ഇങ്ങനെ കഴിക്കണം എന്നുള്ളതല്ല. നമ്മൾ എല്ലാ ദിവസവും ഒരു കറിയെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ, ബാക്കിയുള്ള കറി ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. എനിക്കറിയാം, ഞാൻ മീൽ പ്രിപ്പ് ചെയ്യുന്ന സമയത്തും എന്നെ തെറി വിളിക്കാനാണ് ആൾക്കാർ കൂടുതലും വരാറ്. കാരണം ഇങ്ങനെയാണോ എന്ന്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്തോ. എനിക്ക് ഇതെല്ലാം കഴിയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ കുക്ക് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. ചില ദിവസങ്ങളിൽ എനിക്ക് ബോഡി പെയിൻ കയറും. ബോഡി പെയിൻ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രാവിലെ എണീറ്റ് ആരെങ്കിലും എനിക്ക് ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കി തന്നാൽ മതി എന്നുള്ളൊരവസ്ഥയാണ്. അപ്പം നമുക്ക് റൈസ് കുക്ക് ചെയ്യുന്ന വലിയ പ്രശ്നമില്ല, കറിയാണ് നമ്മുടെ പ്രശ്നം. പിന്നെ രാവിലത്തെ ഫുഡും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ രാവിലെ ഇപ്പം ഞാൻ ഇച്ചിരി സാമ്പാർ ഉണ്ടാക്കുവാണ്, അല്ല ഇഡ്ഡലിയോ അതിനുള്ള ദോശമാവിനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എപ്പോഴും റെഡി ആയിരിക്കും. ഒരാഴ്ചത്തേക്കുള്ള ദോശമാവ് അരിയിട്ട് വെച്ചേക്കുന്ന ദോശമാവ് റെഡി ആയിരിക്കും എപ്പോഴും. പിന്നെ അപ്പത്തിനുള്ള മാവുണ്ടായിരിക്കും. അപ്പൊ സംഭവം അതെടുത്ത് ഉണ്ടാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ സാമ്പാർ എനിക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം. പരിപ്പും അത്യാവശ്യം വെജിറ്റബിൾസ് എടുത്തുള്ള എല്ലാം ഒന്നും എടുത്തില്ല. ക്യാരറ്റ്, കിഴങ്ങ്, പിന്നെ തക്കാളി, പരിപ്പ്, ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നതിനകത്ത്. വേറെ ഒന്നും, സവോള, ഇത്രേ ഉള്ളൂ. അപ്പത്തേക്കും തന്നെ സാമ്പാർ ഒറ്റയടിക്ക് സംഭവം റെഡിയാവും. സാമ്പാർ പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സാമ്പാർ റെഡിയായി. അപ്പൊ രാവിലത്തെ ഫുഡ് ഒരു പ്രശ്നമല്ല. ഉച്ചയ്ക്ക് നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള കറിയാണ് ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ ഒരു പപ്പടം, ഒരു അച്ചാർ, ഇച്ചിരി ചമ്മന്തിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി കറികളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഈ ആഴ്ച എങ്ങനെ പോകുന്നു എന്ന് നോക്കാം എന്നുള്ളത് ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഞാൻ എൻ്റെ ഒരു ലൈഫ് അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു സെപ്റ്റംബർ അപ്ഡേറ്റ് പറയുമ്പം പറയേണ്ട കാര്യങ്ങളാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. റൈസ് ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ അത് ഇത് കുറേ ഒന്ന് കഴിഞ്ഞിട്ടും പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഞാൻ അതിനെപ്പറ്റി റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ ഇൻസ്റ്റന്റ് പോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ 2 നാഴി അരി ഇട്ട് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കും വൈകിട്ടത്തേക്കുള്ള ചോറ് നമുക്ക് റെഡിയാവും. ഇത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി തന്നെ അരി ഇടും, വെള്ളവും ഒഴിച്ച് വെച്ചിട്ട് പ്രഷർ കുക്ക് വെച്ചിട്ട് ഡിലേ സ്റ്റാർട്ട് ഇട്ടേക്കും. രാവിലെ 3:30 അത് ഓൺ ആവാനായിട്ട് സെറ്റ് ചെയ്യും. സോ രാവിലെ 6 മണിയാകുമ്പോൾ തന്നെ ചോറ് റെഡിയാവും. കാരണം ഇവിടെ അന്നയ്ക്ക് 7 മണിയാകുമ്പോൾ പോകണം, 7:30 ആകുമ്പോൾ പോകണം. അപ്പൊ അതിനുള്ളിൽ ചോറ് നമ്മൾ രാവിലെ എണീറ്റ് ചോറ് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും 10-20 മിനിറ്റ് എടുക്കും അത് വിസിലടിക്കാനായിട്ട് കുക്കറിൽ. പിന്നെ അത് ആവിയെല്ലാം പോയി അത് ശരിക്കും എന്തൊക്കെ റെഡിയായി വരണമെങ്കിൽ 9 മണിയെങ്കിലും ആവും. സോ അത് നടക്കത്തില്ല. അതുകൊണ്ട് ഇതിൽ ഇപ്പൊ ഞാൻ ചോറ് മാത്രമാണ് കുക്ക് ചെയ്യുന്നത്. വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യാം, പയറ് അത് ഇതൊക്കെ ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് അതിന്റെ കറക്റ്റ് വെള്ളം എത്രയാണ് കണക്കിടേണ്ടതെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ചിലത് കുഴഞ്ഞു പോകുന്നു, ചിലത് ശരിയാവുന്നില്ല. ഞാൻ ബൾക്കായിട്ട് മറ്റേ പൾസസ് എല്ലാം കുക്ക് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. ഈ കടല, വൻപയറ് ഒക്കെ, പയറ്, ചിക്കനും ഒക്കെ കുക്ക് ചെയ്ത് നോക്കി. എളുപ്പമാണ് പരിപാടി. കാരണം വെച്ചിട്ടങ്ങ് പോയാൽ മതി, നമുക്ക് പിന്നെ നോക്കണ്ടല്ലോ. അപ്പൊ അത് ഇതിൽ ഓക്കെയാണ്. പക്ഷെ എനിക്ക് എന്തോ ഇത് കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. മേടിച്ചിട്ട് ഇപ്പൊ എനിക്കൊന്ന് 2 മാസത്തോളമായി. പക്ഷെ എനിക്ക് ഇതിന്റെ ബാക്കി പരിപാടികളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. സോ ചോറ് മാത്രമാണ് ഇപ്പൊ ഇതിനകത്ത് വെക്കുന്നത്. ചോറെന്ന് വെച്ചാൽ ചെമ്പ അരിയാണ് കേട്ടോ. ചെമ്പ അരി ഓൾറെഡി എൻ്റെ ഉണ്ടായിരുന്ന റൈസ് കുക്കറിൽ ചെമ്പ അരി കട്ട പിടിച്ചിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഇത് പക്ഷെ അങ്ങനല്ല. ഇത് കറക്റ്റ് എടുത്തിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് ഊറ്റി തിളപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വേർപെട്ട് തന്നെ ഇരിക്കും. അപ്പം അതിന് ബെസ്റ്റാണ്. അതൊരു അപ്ഡേറ്റ്. അപ്പൊ അത് കൂടാണ്ട് എൻ്റെ കയ്യിൽ പഴയ ഒരു റൈസ് കുക്കർ ഇരുന്നതാണ് ഇത് കേട്ടോ. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, ഹാവൽസിന്റെ റൈസ് കുക്കർ. ഇതെനിക്ക് തോന്നുന്നു ഇതിൽ ഞാൻ മറ്റേ ടൊമാറ്റോ റൈസ് ഒക്കെ ഉണ്ടാക്കിയ ഒരു വ്ളോഗൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ ഇതിൽ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരുവിധപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്യാം. ഈ പറയുന്ന പയറ്, പരിപ്പ് എല്ലാം നമുക്ക് ഫുള്ളി കുക്ക് ചെയ്ത് അതിനകത്ത് വെള്ളം ഉൾപ്പെടെ മാറി കിട്ടും. അപ്പൊ അതിന് ഞാനിത് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. നല്ല സാധനമാണ്. അപ്പൊ ഇത് രണ്ടും ഉണ്ട്. ബാക്കി കുക്കറുണ്ട്. എല്ലാം ആകുമ്പോഴത്തേക്കും നമുക്ക് പണി എളുപ്പമാണ്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കമന്റ് കണ്ടായിരുന്നു, ഫൈബ്രോമൈൽജി ഉള്ള ആൾക്കാർക്ക് നിങ്ങൾ ഭയങ്കര ഇൻസ്പിറേഷൻ ആണെന്നാണ്. ശരിക്കും ഒറ്റയ്ക്ക് ഇങ്ങനെ കുക്ക് ചെയ്യാനാണ് വലിയ ബുദ്ധിമുട്ടാണ്. ഞാനിതിനകത്ത് അതിന് മാത്രം സാധനങ്ങൾ ഇവിടെ വാങ്ങിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഞാൻ ഓരോ പ്രാവശ്യവും ഇപ്പോൾ ഒരു ബർത്ത്ഡേ വരുമ്പോഴും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴും ഞാൻ ബിജുനോട് പറയുന്നത് ഓക്കെ ഷെയർ ഇടാം. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ ബഡ്ജറ്റ് നിൽക്കാത്ത കാര്യമാണ് ഞാൻ ബിജുവിൻ്റെ കൊണ്ട് ഷെയർ ഇടിപ്പിച്ച് ഓരോ സാധനങ്ങൾ വാങ്ങിക്കും. ഇപ്പം ഫുഡ് പ്രോസസ്സർ ആയാലും എയർ ഫ്രയർ ആയാലും
അങ്ങനെയുള്ള പല സാധനങ്ങളും ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചേക്കുന്നതുകൊണ്ടാണ് എൻ്റെ പണി എളുപ്പമാകുന്നത്. അല്ലാതെ പിന്നെ എനിക്ക് ചെയ്യാനുള്ളൊരു മൈൻഡും ഉണ്ട്, മേ ബി അതായിരിക്കാം. പക്ഷേ ആരോഗ്യം എൻ്റെത് മോശം തന്നെയാണ്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചെങ്കിലും നടക്കുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ഏതൊരു കമൻറ്റും ഉണ്ട് ഭയങ്കര അടുക്കും ചുറ്റുള്ള അടുക്കളയെന്ന്. അങ്ങനെയല്ല, ഞാൻ ഈ ഓണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടുന്ന് പച്ചവെള്ളം കുടിക്കത്തില്ല, ആ അവസ്ഥയിലായിരുന്നു എൻ്റെ അടുക്കള ഇരുന്നത്. അങ്ങനെയാണ് എൻ്റെ അടുക്കള മിക്കവാറും ഇരിക്കുന്നത്. ഞാനൊരു ദിവസം എടുത്ത് ഇത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പെട്ടെന്ന് തന്നെ ഇതങ്ങ്, കാരണം ഞാൻ മാത്രമല്ല അടുക്കള യൂസ് ചെയ്യുന്നത്. ഇവിടെ വന്ന് അന്നയ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കും. ആനിയും അന്നയും കൂടെ ചില എക്സ്പെരിമെന്റ്സ് നടത്തും. ബിജു വന്നു കഴിഞ്ഞാലും ബിജുവിൻ്റെതായ രീതികളിൽ കുറച്ച് പരിപാടികൾ, പഴമാണ് കഴിക്കുന്നതെങ്കിൽ പോലും അതിന്റെ തൊലിയും അതും ഇതൊക്കെ ഇവിടെ തന്നെ കാണും. അപ്പൊ ചിലപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യും, ചിലപ്പോൾ അവർക്ക് തോന്നിയ പോലെ ആക്കി വെച്ചേച്ച് പോവും. അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ അത് ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്താലേ എനിക്ക് എൻ്റെ പരിപാടികൾ നടക്കത്തുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ ഫൈബ്രോമയാൽജിയയും കൂടെ ഇതിന്റെ മേളിൽ ഓൺ ടോപ്പ് ഓഫ് ദിസ് ഒരു ഡെക്കറേഷൻ പോലെ ഉള്ളത് കൊണ്ട് ഞാൻ പറയുവാണോ, അത്ര ഈസി അല്ല. പിന്നെ ഈ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രസന്റേഷൻ പോലെ അല്ല ശരിക്കും നമ്മുടെ വീട് ഇരിക്കുന്നത്. അങ്ങനല്ല, അങ്ങനെ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിക്ചർ പെർഫെക്റ്റ് ആക്കി വെക്കുക എന്ന് പറയുന്നത് അത് വേറൊരു ഗിൽറ്റ് പ്ലസ് വേറൊരു പ്രഷർ, സ്ട്രെസ് ആണ്. അപ്പൊ ഞാൻ അതിന് മുതിരാറില്ല. ഇപ്പൊ തന്നെ എനിക്കിപ്പം ആരെങ്കിലും വന്ന് കാണുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഇതൊന്നും പിക്ചർ പെർഫെക്റ്റ് സാധനങ്ങളൊന്നും അല്ല, അല്ലെങ്കിൽ പിൻട്രസ്റ്റി ഒരു വീടല്ല എൻ്റെത്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കാറില്ല. അങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പൊ അതിനേക്കാളും ബെസ്റ്റ് നമുക്കിപ്പോൾ ഉള്ളതൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് പോട്ടെ, അതല്ല നല്ലത്. അപ്പോൾ സെപ്റ്റംബർ അപ്ഡേറ്റ് പറയാം. സെപ്റ്റംബറിൽ കുറച്ചധികം പരിപാടികളുണ്ട്. അന്നയുടെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ അവസാനം. ഡേറ്റ് പറയുന്നില്ല, പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവൾക്കും താല്പര്യമില്ല. പിന്നെ അന്ന അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഗൗൺ തയ്ച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര ഒരു അത്ഭുതപരമായ കാര്യമാണ്. കാരണം അവള് അമ്പളാറുടെ ഡ്രസ്സ് മാത്രമേ ഇടത്തുള്ളൂ. പിന്നെ എനിക്ക് ഒത്തിരി കമന്റ് വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് അവള് കുർത്തിയും മുണ്ടും ഒക്കെ കൊടുത്തോണ്ട് പോയപ്പോൾ ഇത് ആങ്കൊച്ചാണോ പെങ്കച്ചാണോ, ഇവളുടെ ഡ്രസ്സിങ് എന്താ ഇങ്ങനെ, ഇവൾക്ക് പട്ടുപാവാട ഇട്ട് കൊടുക്ക്. അത് അവളുടെ ഇഷ്ടമാണ്. ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അവളുടെ ഇഷ്ടമാണ്. അവൾ എന്ത് പറയുന്നു അവൾ അത് ഇടട്ടെ. അത് തന്നെയാണ്. കാരണം എനിക്കൊക്കെ കുഞ്ഞിലെ ചില ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് പോലും നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം നമുക്കുണ്ട്. സോ പിള്ളേർക്ക് ഇപ്പൊ എന്ത് ഇഷ്ടമാണോ, ഇപ്പം ആനി ചില സമയത്ത് അവൾ ഭയങ്കര ഗേളിഷ് ആയിട്ട് നടക്കും. ചില സമയത്ത് അന്നേനെ പോലെ എനിക്ക് കാർഗോ പാൻറ് വേണം എന്ന് പറഞ്ഞ് പാൻറ് ഒരെണ്ണം മേടിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു 1 മാസം അടുപ്പിച്ച് ആ പാൻറ് തന്നെയാണ് അവൾ ഇടുന്നത്, വേറെ ഒന്നും അവൾ ഇടത്തില്ല. എനിക്കൊന്ന് പിള്ളേർക്ക് അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. എനിക്ക് മേ ബി വയറൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പാൻറ് ഇടണമെന്ന് ശ്രമിച്ചാലും എൻ്റെ പാകത്തിന് ഞാൻ എടുത്തോണ്ട് വന്നിട്ട് 2 ദിവസം കഴിയുമ്പം എൻ്റെ വയറ് വീർത്തിരിക്കുന്നതുകൊണ്ട് എനിക്കത് ഇടാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനും അതൊക്കെ തന്നെ ഇട്ടുകൊണ്ട് നടന്നാനേ. മേ ബി മനസ്സിലായില്ലേ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണല്ലോ നമ്മൾ ഇടണ്ടേ, അപ്പൊ അവർക്ക് കംഫർട്ടബിൾ അതാണ്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസപരമായിട്ട് അവൾ പറഞ്ഞൊരു കാര്യമാണ് അവൾക്ക് ബർത്ത്ഡേക്ക് ഒരു ഗൗൺ വേണമെന്ന്. അപ്പോൾ അവളുടെ ഐഡിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തല പെരുത്തു പോകും. ഞാൻ പറഞ്ഞു ഇതുപോലൊരു കസ്റ്റമറിനെ എനിക്ക് കിട്ടിയിട്ടില്ല. സോ എന്തായാലും അവൾ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ തയ്ച്ചു കൊടുക്കാം. ഇനി 2 ആഴ്ചയുള്ളൂ തയ്ക്കാനായിട്ട്. അപ്പോൾ അവൾ ഇതിനിടയ്ക്ക് അവൾ ബാംഗ്ലൂർ ഒരു ടൂറൊക്കെ പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന്. സോ അവൾ ഒരാഴ്ച കാണത്തില്ല. ആദ്യമായിട്ടാണ് അവൾ മാറി നിൽക്കുന്നത്, അതൊരു വിഷമം. പിന്നെ നമ്മൾ പോയിട്ട് ഞാനും അന്നയും കൂടെ പോയിട്ട് ഇന്നലെ പോയിട്ട് ഡ്രസ്സ് എടുത്തു. ഇവളൊരൊറ്റ തവണ ആ ഗൗൺ ഇടത്തോളം എന്നോട് പറഞ്ഞായിരുന്നു, ഒറ്റ തവണ അവൾ ഗൗൺ ഇടത്തുള്ളൂ. സോ ഇവൾ പറഞ്ഞ ഒരു സാധനം പല ലെയറൊക്കെ വെച്ചിട്ട് തയ്ക്കുവാണെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 3500 രൂപയെങ്കിലും ആവും നമുക്ക് മെറ്റീരിയലൊക്കെ എടുത്ത്. 3800 രൂപയെങ്കിലും മിനിമം ആവും മെറ്റീരിയൽ എടുത്താൽ മാത്രം. തയ്യൽ ഞാനാണല്ലോ. അപ്പോൾ പിന്നെ ഇവളി പറഞ്ഞ ഈ മോഡലൊക്കെ എനിക്ക് തയ്ക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാനും ഇവളും തമ്മിലുള്ള ഡിസ്കഷൻ കാണുമ്പോൾ എനിക്കെപ്പോഴും ഓർമ്മ വരുന്നത്, ഞാനും അനിയത്തിയും കൂടെ പണ്ട് അടി ഉണ്ടാക്കും. അതായത് അവളൊരു മോഡൽ പറയും, ഞാനത് തയ്ച്ചു വരുമ്പോൾ ശരിയാവത്തുമില്ല, ഇവൾ എന്നെ കുറെ തെറിയും വിളിക്കും, അവസാനം തുണിയെടുത്ത് എറിയലും ബഹളവും ഒക്കെ ആയിരിക്കും. അതുപോലെയാണ് ഞാനും അന്നയും കൂടെ ഇന്നലെ അവിടെ പോത്തീസി വെച്ച് അടി വെച്ചത്. അവളെടുക്കുന്ന കളർ എനിക്ക് ഇഷ്ടപ്പെടില്ല. അവൾ പറഞ്ഞത് പർപ്പിൾ ഷെയ്ഡാണ്, പക്ഷേ എടുത്ത കളർ അല്ല, ലാവൻഡർ ഷെയ്ഡാണ്. ലാവൻഡർ തന്നെ ഒരുമാതിരി ഭയങ്കര തിളക്കമുള്ളത്. കാരണം നമ്മൾ അവസാനം സാറ്റിൻ തുണിയിൽ ചെയ്യാം. സാറ്റിൻ തന്നെ പല കളർ സാറ്റിൻ എടുത്ത് ലെയർ ചെയ്ത് ചെയ്യണമെന്നാണ് അവൾ പറഞ്ഞത്. കണ്ട ഒരു പ്രിൻസസിനെ പോലെ ഇരിക്കും. ഞാൻ പറഞ്ഞു അവളെടുക്കുന്ന കളർ എടുക്കുമ്പോൾ ഞാൻ പറയും ഇതൊരുമാതിരി കൂറ കളർ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചീപ്പ് കളറാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഭയങ്കര ബഹളം. നമ്മൾ പല സെറ്റ് ലെയർ ചെയ്ത് വെക്കും, അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, തുണി കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഞാൻ സാധാരണ ഒരു 5-6 കസ്റ്റമേഴ്സിന്റെ സാധനം ഒറ്റയടിക്ക് പോയിട്ടാണ് പണ്ടൊക്കെ എടുത്തോണ്ടിരിക്കുന്നത്. ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ എടുത്തിട്ടിങ്ങി വരും. കാരണം അത്രയ്ക്ക് പ്രിപ്പയർഡ് ആയിട്ട് ആണ് ഞാൻ പോകുന്നത്. ഇവൾ ഇവിടെ നിന്ന് പറഞ്ഞ സാധനം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവള് പറയുന്ന മോഡലും ഫാബ്രിക്കും എല്ലാം ഡിഫറെന്റ് ആണ്. എന്നിട്ട് ആകെ അടിപിടി ബഹളമൊക്കെ ആയി. അപ്പൊ എനിവേ അവസാനം നമ്മളൊരു തീരുമാനത്തിലെത്തി. നമ്മൾ തുണി എടുത്തു. അതിപ്പോ ഇങ്ങനെ കണ്ടാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെ വരുമെന്നുള്ളത്. ഇതിപ്പോ നേരത്തെ കാണിച്ച് ഇവളെ എന്നെ തല്ലിക്കൊല്ലുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവള് സൺഡേ സ്കൂളിൽ പോയേക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ അയ്യോ ഇല്ലേ, ഇതാണ് മെയിൻ ആയിട്ടുള്ള. ഇത് കുറച്ച് കൂടിയ
കാണിച്ചു തരാം. ഇതാകുമ്പോൾ കറക്റ്റാണ്. ഇത് കുറച്ച് കൂടിയ മെറ്റീരിയലാണ്, പക്ഷെ ഭയങ്കര കൂടിയൊന്നുമല്ല, എനിക്കൊന്ന് 240 അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ തന്നെ ഇത് കറക്റ്റ് അല്ല കേട്ടോ. ആ വീഡിയോയിൽ കാണുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്, ഭയങ്കര ലൈറ്റായിട്ടാണ്. അങ്ങനല്ല, ഇത് കുറച്ച് ഭംഗിയുള്ളൊരു കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഇത് വീഡിയോയിൽ അങ്ങനല്ല, വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു കളറാണ് അവൾ എടുത്തത്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ ഇതാണ് മെയിൻ ലെയർ. ഓക്കെ, ഇതിൻ്റെ അടിയിൽ ഈ കളറ്, അതിൻ്റെയും അടിയിൽ ഈ കളറ്. ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും എടുത്തൊന്നല്ല, മീൻ തമ്മിൽ ഭേദം തൊമ്മെന്ന കണക്ക് അവൾ എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഒരു ഫുൾ ഗൗൺ, പിന്നെ ഫുൾ സ്ലീവ്, നെക്ക് ചെറുത്, അങ്ങനെ കുറേ ഡിമാൻഡ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എനിവേ, പിന്നെ ഇത് ലൈനിങ്ങിൻ്റെ തുണി കണ്ടിട്ട് എനിക്ക് അങ്ങ് ഇത് വെച്ചൊരു ഡ്രസ്സ് വെച്ചാൽ കൊള്ളുന്നുണ്ട്. അതുപോലെ നല്ല രസമുള്ളൊരു ക്രേപ്പാണ് മെറ്റീരിയൽ, പക്ഷെ ലൈനിങ്ങിൻ്റെ തുണി ഭയങ്കര പഞ്ഞി പോയി. ഞാനിട്ട് അവരോട് ചോദിച്ചു, ഇത് വെച്ച് ഞാൻ ഫ്രോക്ക് തയ്ച്ചാൽ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ഇത് ഫ്രോക്ക് തയ്ക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ ഞാനിത് പോയി എടുക്കും മിക്കവാറും ആനിക്ക്. പിന്നെ ഈ ഒരു ഗൗൺ ആകെ 2 ദിവസം ഇടത്തുള്ളൂ എന്ന് അവൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ ഗൗണിന്റെ ബാക്കി അംബ്രല കട്ടാ ബാക്കി ഇവളിട്ടിട്ട് അവൾ ഇടുന്നില്ല, അവൾ ഇടൂല, 2 ദിവസം ഇടത്തുള്ളൂ. ബർത്ത്ഡേയുടെ അന്നും പിന്നെ പള്ളിയിലും ചിലപ്പോൾ ഒരു പ്രാവശ്യം ഇടുമായിരിക്കും, അത് കഴിഞ്ഞ് പിന്നെ ഇടത്തില്ല. അപ്പൊ ഞാൻ ഇതിന്റെ ബാക്കി ഭാഗം എടുത്ത്, അല്ലെങ്കിൽ ഈ വലിയ ഡ്രസ്സ് തന്നെ കട്ട് ചെയ്ത് ആനിക്ക് റെഡിയാക്കി കൊടുക്കേണ്ടി വരും. ആനി ഇപ്പം ഞാൻ തയ്ക്കുന്ന കുറച്ചൊക്കെ ഇടാനുള്ളൊരു ശ്രമത്തിലാണ്. എന്തോ അമ്മ കഷ്ടപ്പെടുന്നു എന്ന് അവൾക്കൊരു തോന്നൽ വന്നിട്ടാണെന്ന് തോന്നുന്നു. അവള് എൻ്റെ തയ്യലിൻ്റെ ഇതിനൊക്കെ അവൾ വന്ന് നിൽപ്പുണ്ട്. പിന്നെ അവൾ തയ്ച്ചാൽ ഞാൻ ഇടും എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതൊരു സന്തോഷം. പിന്നെ അടുത്ത് എന്തോ അന്നയുടെ ബർത്ത്ഡേ കഴിഞ്ഞു. പിന്നെ ഇവിടെ നമ്മുടെ അസോസിയേഷൻ്റെ ഓണം പരിപാടി ഉണ്ട്. അതൊന്നുമില്ല, പോയി സദ്യ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ എടുത്തു വെച്ചേക്കുന്ന ഡ്രസ്സൊക്കെ തയ്ക്കണമെന്നുണ്ടാവും, നടക്കില്ല. എന്തായാലും ഈ 2 ആഴ്ച അന്നയുടെ ഡ്രസ്സിൻ്റെ പുറകെ പോകും. കാരണം നമുക്ക് വൈകിട്ട് ഞാനൊരു 9-9:30 ഒക്കെ ആകുമ്പോഴാണ് പണി നിർത്തുന്നത്. അതിനുശേഷമേ എൻ്റെ ഈ തയ്യൽ പരിപാടി നടക്കത്തുള്ളൂ. ഇപ്പോൾ ഓണത്തിനാണെങ്കിലും ഞാൻ 2 ആഴ്ച ഇതുപോലെ വൈകിട്ടൊക്കെ ഇരുന്നിട്ടാണ് പരിപാടികൾ നടന്നത്. സോ അതുപോലെ ഈ പരിപാടി നടക്കത്തുള്ളൂ. അപ്പോൾ ഈ 2 ആഴ്ച കംപ്ലീറ്റ്, ഈ ഒരാഴ്ച കംപ്ലീറ്റ് വെട്ടുന്ന പരിപാടിയാക്കാം. കുറച്ച് അധികം വെട്ടാനുണ്ട്, ഇങ്ങനെ ഫുൾ റൗണ്ടാണ് വെട്ടേണ്ടത്. അപ്പോൾ അത് അതിൻ്റെ അടുത്ത ആഴ്ച തയ്യൽ. അപ്പോൾ അതാണ് ഈ ഒരു മാസം കംപ്ലീറ്റ് അതിലേക്ക് പോകും. അപ്പോൾ അന്നയുടെ ബർത്ത്ഡേ ആണ് ഇപ്പോഴത്തെ മെയിൻ സംഭവം. പിന്നെ ഉള്ളത് ബാക്ക് ടു റൂട്ടീൻ ആവണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ജിമ്മിലൊന്ന് പോകണമെന്നുണ്ട്. തുടങ്ങുവാണെങ്കിൽ നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ മീൽ പ്രിപ്പ് ഒക്കെ കുറച്ചും കൂടെ അത്യാവശ്യമായിട്ട് വരും. സോ കുറച്ചൊക്കെ കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടൈം അനുസരിച്ച് കിട്ടത്തുള്ളൂ. സോ രാവിലെ തന്നെ കുറച്ച് നേരം ലോഗിൻ ചെയ്ത് വർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റത്തുള്ളൂ. കാരണം അതിരാവിലെയൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ അടുത്തുള്ള ജിമ്മിൽ. സോ നമുക്കതൊരു 9:30-10:30 ആ ടൈമിലേ പോകാനൊക്കത്തുള്ളൂ. സോ കുറച്ച് നേരത്തെ ലോഗിൻ ചെയ്തിട്ട് ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് ജിമ്മിൽ പോയിട്ട് വന്നിട്ട് ബാക്കി ചെയ്യണം. അപ്പം അതനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ടൈമൊക്കെ കുറവായിരിക്കും. അതനുസരിച്ച് ആ പരിപാടികൾ റൂട്ടീൻ ഒന്ന് ചേഞ്ച് ചെയ്യണം, ഒന്ന് ഷഫിൾ ചെയ്യണം. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഡെയിലി കാർഡ് മെത്തേഡ് ഞാൻ 2 ആഴ്ച കറക്റ്റായിട്ട് ചെയ്തു. ഓണത്തിന്റെ സമയം, എനിക്ക് പനി വന്ന സമയം എല്ലാം കംപ്ലീറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇനി ഇതെല്ലാം അടുക്കി പെറുക്കി ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ ദാറ്റ് ഓരോരോ ഏരിയ പയ്യെ ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് കുറേ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകത്തില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വലിയൊരു ഗ്യാപ്പ് വന്നതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ നമ്മുടെ ഗോൾസ് എന്താണെന്നുള്ളത് നമ്മൾ മറന്നു പോകത്തില്ല. പക്ഷേ ഇത് കാരണം നമ്മൾ മറന്നു പോകത്തില്ല. കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട്, ചെറിയ ചെറിയ പേപ്പറിലൊക്കെ എഴുതി വെച്ചേക്കുന്നതും അല്ലാതെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓവറോൾ പിക്ചറിലും എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കും. അതായത് ഇപ്പം എനിക്കൊരു ഇതുള്ളത് എല്ലാ ദിവസവും കുറേശ്ശെ ഏരിയാസ് ക്ലീൻ ചെയ്യുക, മീൽ പ്രിപ്പ് ഇന്ന ദിവസം ചെയ്യുക, കണക്കിന്ന ദിവസം എഴുതുക, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള പുതിയ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ അന്നയുടെ ഡ്രസ്സ് തയ്ക്കുന്ന പോലെയുള്ള എന്തെങ്കിലും പ്രോജക്ട്സ്, അല്ലെങ്കിൽ എൻ്റെതായ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പം എനിക്ക് പെയിന്റിങ് ചെയ്യണം, കുറേ നാളായിട്ട് വിചാരിക്കുന്നത് നടക്കുന്നില്ല. പക്ഷെ ഇത് എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് പിന്നീട് നമ്മൾ എന്നാൽ പിന്നെ ഇത് ഈ ആഴ്ച നമ്മൾ ഇങ്ങനെ ചെയ്ത് കളയാം, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ചെയ്യാനുള്ളത്, അല്ലെ അതിന് റിസർച്ച് ചെയ്യേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മറന്നു പോകത്തില്ല, അല്ലെ വിട്ടു പോകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഈ പനി, ജലദോഷം, പിന്നെ ആശുപത്രി പോക്കെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ മറന്നു പോകും. ഇതിന് മുന്നേ എന്തായിരുന്നു, നമ്മൾ എങ്ങനെയായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് എന്നുള്ളത് മറന്നു പോകും. അപ്പം അത് മറക്കാണ്ട് ചെയ്യാനായിട്ട് ഈ ഒരു സംഭവം ഹെൽപ്ഫുൾ ആണ്. കാരണം പിന്നെയും ബാക്ക് ടു നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട് ഈ ഒരു ഡെയിലി കാർഡ് മെത്തേഡ് യൂസ്ഫുൾ ആട്ടോ. പക്ഷെ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വയ്യാണ്ടായി കഴിഞ്ഞാലാണ് അന്നത്തെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞൊരു ഗിൽറ്റൊക്കെ കയറി കഴിഞ്ഞാൽ പണിയാ. അന്നേരം ഞാൻ കംപ്ലീറ്റ്ലി ഒരാഴ്ച ഒരു പണിയും ചെയ്യത്തില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഈ ഡീപ്പ് ക്ലീനിങ് ആണല്ലോ ഇതിന്റെ മെയിൻ സംഭവങ്ങൾ. ഞാൻ ഇതിനകത്ത് അന്നയുടെയും ആനിയുടെയും ഒക്കെ ഓണത്തിന്റെ ഡ്രസ്സ്, എൻ്റെ ഓണത്തിന്റെ ഡ്രസ്സ്, അതുപോലെ ഇൻഷുറൻസ്, എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് തീർന്നു, അത് ഇന്ന ആഴ്ച റിന്യൂ ചെയ്യാനായിട്ട് ഓർപ്പിക്കണം, പൈസ അടയ്ക്കണം.
അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിനെ പറ്റിയിട്ടും അല്ലെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സോ കുറേ അതേപോലെ എൻ്റെ ATM കാർഡ് കാനറ ബാങ്കിൽ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞു ATM കാർഡ് ഇനാക്റ്റീവ് ആയി പോകും, ഒന്ന് ഇട്ട്. പിന്നെ ഞാനെപ്പോഴും HDFC യൂസ് ചെയ്യുന്നത്, അപ്പം ATM കാർഡ് ഇനാക്റ്റീവ് ആവും, നിങ്ങൾ അതൊന്ന് കൊണ്ട് ATM ഇടണം അങ്ങനെയൊക്കെ വിളിച്ച് പറയുമ്പോൾ നമ്മളിതൊക്കെ വിട്ടുപോകും. ഒന്നെങ്കിൽ നമ്മൾ കലണ്ടറിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ അത് മറന്നുപോകും. അപ്പോൾ ഇതുപോലെ ഇതിനകത്ത് വെക്കുമ്പോൾ നമുക്കത് ഓർക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് ആ രീതിയിൽ അത് ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഇത് പക്കായിട്ട് ഫോളോ ചെയ്യാൻ നമുക്ക് ആരോഗ്യം കൂടെ വേണം, എങ്കിൽ നടക്കും. അപ്പൊ അതാണ് ഈ ഡെയിലി കാർഡ് മെത്തേഡിന്റെ കാര്യം പറയാനുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട ഈ മാസത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള ഐഡിയാസ്, എനിക്കൊരു സ്റ്റോപ്പിംഗ് അല്ലെങ്കിൽ ഒരു ഹോൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പിക്കപ്പ് ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഇനി ഈ ആഴ്ച വീഡിയോസ് ഒന്നും ഉണ്ടാകത്തില്ല. അറിയില്ല, ഞാൻ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, ഷോർട്സ് എങ്കിൽ ഷോർട്സ് വീഡിയോ ചാനലിന് ഒരു അനക്കം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷോർട്സ് ഇട്ടതാണ്. കുറേ പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പക്ഷെ അതിനും എനിക്ക് റീച്ചൊന്നും വലിയായിട്ടൊന്നും ഇല്ല. നമ്മൾ റീച്ചൊക്കെ ഇപ്പം ഈ അടുത്ത് 1-2 പേരിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പം നമ്മൾ ഈ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളതിന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുമോ എന്നാലോചിച്ച് ചെയ്യാനാണെങ്കിൽ നമുക്ക് ചെയ്യാൻ തോന്നത്തില്ല. ഭയങ്കര സങ്കടമായിരിക്കും. കാരണം ഇട്ട് കഴിഞ്ഞാൽ 4-3-7 പേരെ കാണത്തുള്ളൂ. അപ്പം നമുക്ക് ഭയങ്കര സങ്കടം വരും. അല്ല, നിങ്ങൾക്കൊരു ഇഷ്ടത്തിന്റെ പുറത്ത് ഇടുവാണ്, നിങ്ങളുടെ ലൈഫ് ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുവാണെങ്കിൽ നിങ്ങൾ ഇത് ബെസ്റ്റാണ്. കാരണം ഞാൻ അങ്ങനെയാണ് കൂടുതലും പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിലെ കാര്യങ്ങൾ ഇപ്പം ഇതിപ്പോൾ ഒരു സെപ്റ്റംബർ അപ്ഡേറ്റ് പോലെ ഞാൻ പറയുന്നില്ലേ, ഇതൊക്കെ എനിക്ക് പിന്നീട് ഇരുന്ന് നോക്കുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിരുന്നതാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ടല്ലോ. എനിക്കൊന്ന് പണ്ടും പിള്ളേർക്ക് വയ്യാണ്ടാകുമ്പോഴും ഒക്കെ ഞാനൊരു അപ്ഡേറ്റ് പോലൊക്കെ ഇങ്ങനെ ഇടുമായിരുന്നു. അതിപ്പോൾ ആർക്കും എന്താ ഉപകാരമൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ല, നമുക്ക് ഇതിൽ നിന്ന് ഇത്ര രൂപ ഈ മാസം വരുമാനം കിട്ടണം എന്ന് പറഞ്ഞ് നിർബന്ധം പൂർവ്വം ഇടുമ്പം നമുക്ക് ഒരാഴ്ച ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പോലും തോന്നത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് ഗിൽറ്റ് വരും, സങ്കടം വരും. ഇതിപ്പം അങ്ങനെയൊന്നുമില്ല. നമുക്ക് പറ്റുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്തിടുന്നു. പിന്നെ ഷോർട്സ് ഒക്കെ ചെയ്യാൻ എളുപ്പമാണ്. ഫോണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഒന്ന് എഡിറ്റ് ചെയ്ത് ഒരു എന്തെങ്കിലും ഒരു മ്യൂസിക് ഇട്ടങ്ങോട്ട് ഇട്ടാൽ മതി. നമ്മൾ പറയേണ്ട ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പം അങ്ങനെ അത്രയേ ഉള്ളൂ. സെപ്റ്റംബർ അപ്ഡേറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനിവിടെ കുറച്ചൊന്ന് ഞായറാഴ്ചയാണ് ഇന്ന്, എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ച് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാനുണ്ട്. ഞായറാഴ്ച ഇസ് എ ചിക്കൻ കറി ഡേ. അപ്പോൾ അതും ഉണ്ടാക്കിയിട്ട് കുറച്ച് അടുക്കിപ്പെറുക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി റെസ്റ്റ്. എപ്പോൾ റെസ്റ്റ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇന്ന് റെസ്റ്റ് ഡേ ആണ്. പക്ഷേ അറിയില്ല, പണി കഴിഞ്ഞിട്ടൊരു നേരമില്ല. അപ്പോൾ ഈ ശനി ഞായറൊക്കെ പണി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസം രാവിലെ എണീക്കുക, നമ്മുടെ നോർമൽ പണിയിലേക്ക് കിടക്കുക എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടി ബാക്കി ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ഇതിനിടയ്ക്ക് വായന നടക്കുന്നില്ല, പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് വരുന്നില്ല. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു നമ്മുടെ ഹെൽത്ത് ആദ്യം നന്നാക്കാം. ഹെൽത്തും പിന്നെ വീടിൻ്റെ ഒരു അയ്യോ പറഞ്ഞില്ല, ഇനി ആനിയുടെ പരീക്ഷ വരുന്നു. അപ്പം ആനീനെ ഞാൻ ട്യൂഷന് വിട്ടോണ്ടിരുന്നതാണ്. 2002 ജൂലൈ വിട്ടോണ്ടിരുന്നതാണ്. ഓഗസ്റ്റ് ആയപ്പം കറക്റ്റ് എനിക്ക് ഇവക്ക് വൈകിട്ട് 6:30 ഇവളെ വിടുന്നത്, ട്യൂഷനിൽ നിന്ന് വിടുന്നത്. അപ്പോൾ കറക്റ്റ് എനിക്ക് 6:45 കോളുണ്ട്. അപ്പം എല്ലാ ദിവസവും ഉണ്ട് കോള്. അപ്പോൾ ഈ 6:45 കോളുള്ളപ്പം എനിക്ക് ട്യൂഷൻ വിട്ട് കഴിഞ്ഞാൽ നടക്കൂല. 6:45 കറക്റ്റായിട്ട് കോളുണ്ട്. അതിന് മുന്നേ ചിലപ്പം അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ കോൾ വരാം. എങ്കിലും 6:45 എനിക്ക് ഈ കൊച്ചിനെയും കൊണ്ട് ട്യൂഷൻ കഴിഞ്ഞ് ഓടി പാഞ്ഞ് ഇവിടെ വന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ട്യൂഷൻ നിർത്തി. ട്യൂഷൻ നിർത്തിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൾ നേരെ ബാക്ക് ടു ഫോൺ ആൻഡ് ലാപ്ടോപ്പ് TV-യിലൊക്കെ പോയി. ഇനിയിപ്പം ഈ മാസത്തെ പരീക്ഷയ്ക്ക് ഞാൻ ഇതിനിടയ്ക്ക് എവിടെ ഗ്യാപ്പ് കണ്ടുപിടിച്ച് ഇവളെ പഠിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇവള് വന്നതിന് ശേഷമാണ് എനിക്ക് ശരിക്കും പണി തുടങ്ങുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇനിയിപ്പോൾ അവളെയും പഠിപ്പിക്കണം. ഒക്ടോബറിലാണ് ശരിക്കും പരീക്ഷ തുടങ്ങുന്നത്. പക്ഷേ സെപ്റ്റംബർ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ഹാഫ് ഇയർലി എക്സാമിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങും. അപ്പം ഞാൻ ഒരുവിധം എല്ലാ അപ്ഡേറ്റും പറഞ്ഞു കഴിഞ്ഞു. യെസ്, എൻ്റെ കാര്യങ്ങൾ നടന്നിരിക്കുന്നു. എനിക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞിരിക്കുന്നു. പിന്നെ നിങ്ങളും എന്തെങ്കിലുമൊക്കെ പറ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കുമായിട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ പറ കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഉള്ള ഐഡിയാസ് ഒക്കെ എഴുതി വെച്ചതല്ലാതെ ഇതൊന്നും ചിലതൊന്നും ചെയ്തിട്ട് പോലും ഇല്ല. അതൊക്കെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് എടുത്ത് വെച്ച് ചെയ്യാൻ പറ്റില്ല. പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിന്തിച്ച് കുറച്ചൊക്കെ എഴുതിയിട്ടൊക്കെ ചെയ്യണം. അങ്ങനെ അധികം എഴുതാതെ അധികം പ്രോസസ്സ് ചെയ്യാൻ അല്ലാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അല്ലാതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇനി ആലോചിക്കണം ശരിക്കും എന്തായിരുന്നു നടന്നത്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്തൊക്കെ വരുമ്പോൾ സമയം എടുക്കും. അതുകൊണ്ടാണ് ആ വീഡിയോസ് ഒന്നും ചെയ്യാതെ വയ്ക്കുന്നത്. അല്ലാതെ മറന്നിട്ടൊന്നും അല്ല, അതൊക്കെ ഞാൻ ഇങ്ങനെ ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ബൈ.